friends, welcome back to Zef Vlogs. അപ്പോൾ സേവ നമ്മൾ എവിടെയാണ് പറഞ്ഞു കൊടുക്ക്? നമ്മൾ ക്യാമ്പിങ്ങിന് വന്നാണ് ലവ്ലേക്കില്. അതെ, കണ്ടില്ലേ? ഫുൾ ടെന്റ് സെറ്റപ്പ്. ഇതേ സെഫീറും ഉണ്ട് നമ്മളെ കൂടെ. അതെ. നമ്മൾ ഇന്നലെ രാത്രി ഒരു എത്ര മണി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 12 മണി അതിൻ്റെ 11 ടൈമിൽ ഇറങ്ങി. എന്നിട്ട് ഇവരെ പിക്ക് ചെയ്തു, നേരം കണ്ട് വന്നു. പിന്നെ ഇവിടേക്ക് വരുമ്പോ നമ്മ കൊറേ ഇതിന്റെ ബാക്കിയോടെ കൊറേ സ്ഥലത്തൊക്കെ ഇറങ്ങി. നല്ല അടിപൊളി വൈബ് ആയിരുന്നില്ലേ? നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. ലൈറ്റ് പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും ഇല്ല ഇവിടെ. ലൈറ്റ് ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ രാത്രിക്കത്തെ ഷോർട്സ് ഒന്നും ഇല്ല. പിന്നെ നല്ല ക്യാമ്പിംഗ് ആയിരുന്നു. ടെന്റ് ഒക്കെ അടിച്ചു. ഒരു ബാർബിക്യൂ സെറ്റപ്പ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതായത് ഓവർ ക്രൗഡഡും അല്ല, പക്ഷെ നല്ലൊരു വലിയ ഏരിയയാണ്. എത്ര ആൾക്കാർ വന്നാലും ഭയങ്കര എന്താ പറയാ, ശാന്തിയും സമാധാനമൊക്കെ ഉള്ള പ്ലേസ് ആണ്. അടിപൊളിയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മള് ആക്ച്വലി ക്യാമ്പ് ചെയ്തത് ലവ്ലേക്കിന്റെ ഉള്ളിലാണ്, എക്സാക്ട് ലവ്ലേക്കിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതിന്റെ പുറത്തും ക്യാമ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന് ചുറ്റുഭാഗം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ പുറത്ത് ക്യാമ്പ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ട് ഈ വണ്ടിയുടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി കാർ എടുത്തിട്ടിട്ട് തന്നെ നമുക്ക് ക്യാമ്പിങ് നടത്താം. ഉള്ളിലോട്ട് വണ്ടി അലൗഡ് അല്ല. അതെ. അപ്പൊ നമ്മള് വണ്ടിയോട്ട് പാർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പൊ ടെന്റും കാര്യങ്ങളും മറ്റേ ബാർബിക്യൂ സെറ്റപ്പും വലിയ കുഴപ്പമുണ്ടായില്ല. ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ എത്തുമ്പോ 1 മണി ആയിക്കണ്. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തി ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തു, കാട പൊരിച്ചു. കാടൊക്കെ നല്ല മറ്റേ ചീഞ്ചട്ടിയിലിട്ടിട്ട് പൊരിച്ചെടുത്ത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റവ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റവ് അതുപോലെ തന്നെ ബേബിക്യൂന്റെ ഇത്. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് കൊറേ കഥ പറഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേക്കും 4 മണിയായി. എന്നിട്ട് പിന്നെ കുറച്ചേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇപ്പൊ രാവിലെ ആയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ രാവിലെ ആയി കുറച്ചേരം ഞങ്ങള് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ചായ കുടിച്ചിട്ടുണ്ട്. ഇനിയും കഴിക്കണം. അപ്പൊ അതിനുള്ള സെറ്റപ്പും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നടന്നു വരാൻ വിചാരിച്ചു. അപ്പൊ അതിന്റെ മുന്നേ ഒരു ഇൻട്രോ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഇരുട്ട്. എന്താ പറയാ, അതായത് ഏത് വണ്ടിക്കും 4 വീലർ വേണമെന്നൊന്നുമില്ല. 2 വീലർ വണ്ടിയാലും വരാം, 4 വീലർ വണ്ടികൾക്കും വരാം. പക്ഷെ വൈബ് അടിപൊളി. എന്തായാലും കിളികള് കരയുന്ന സൗണ്ട്, രാത്രി തന്നെ കിളികൾ കരയുന്ന സൗണ്ട് കേൾക്കും. പിന്നെ കറക്റ്റ് ഇങ്ങനെ വെളിച്ചം വരുന്നത് രാത്രി, ഇങ്ങനെ ഫുൾ സ്റ്റാർ, അടിപൊളി ആകാശം. എന്നാലും അടിപൊളി സ്റ്റാർസ് ഒക്കെ. എന്തോരം സ്റ്റാർസ് ഇവിടെ വന്നിട്ട് കുറെ സ്റ്റാർസ് ആകാശത്ത് ഉണ്ടാവില്ലേ. കിളികളെ ഒച്ചയൊക്കെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടുന്ന കേൾക്കുന്നത്. കിളികൾ കരയുന്ന സൗണ്ട് ഒക്കെ ഇങ്ങനെ രാത്രി ഫുൾ അടിപൊളി വൈബ്. നല്ല കൊടും തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി തണുപ്പ് ഞാൻ എടുക്കണുള്ളൂ. ഇപ്പൊ കുറവാണ്. രാത്രി ഇപ്പൊ രാവിലെ ആയപ്പോ കുറവുണ്ട്. രാത്രി ഒരു 4 മണിക്കൊക്കെ എന്തൊരു തണുപ്പ്. ഇങ്ങനെ വരച്ചായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. ദുബായ് ഉള്ളവരാശം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. ലവ്ലേക്കിൽ സാധാരണ കുറെ ആൾക്കാർ വരുന്നതാണ്. പക്ഷെ ഇവിടെ ക്യാമ്പിങ്ങിനായിട്ട് വരണം. അതെ, അതാണ് അതിന്റെ ഒരു വൈബ്. രാത്രി വന്ന് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വന്നിട്ട് കണ്ടിട്ട് എല്ലാരും സാധാരണ വരാറ് ഈവനിങ് ടൈമിൽ വന്നിട്ട് അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോക്കാണ്. ക്യാമ്പിങ്ങിന് വരണം. ക്യാമ്പിങ് അടിപൊളിയാണ്, രക്ഷയില്ല. ഞാൻ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം. പുറത്തൊക്കെ ഇറങ്ങി കാണണം. അതെ, നമ്മളെ കണ്ടാൽ മനസ്സിലാവും ഇറങ്ങി അഞ്ചതിന്റെ ഒരു ക്ഷീണുണ്ട് മുഖത്ത്. ഉണ്ടാവും. അപ്പൊ ഓക്കെ, ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. നടന്നു വരുമ്പോൾ ഈ ലേക്കില് കുറെ മീനുകൾ, വലിയ വലിയ മീനുകൾ, പല നിറത്തിലുള്ള ഓറഞ്ച്, മഞ്ഞ, ബ്ലാക്ക്. പേരെന്താ? എന്ത് കോഴിക്കാട്ടോ? അങ്ങനെ എന്തോ ആണ്. ഒരു വലിയ മീനാണ്. അപ്പൊ ഞാൻ കാണിച്ചതിൽ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതൊരു സ്ഥലം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഇതാ ഉണ്ടല്ലേ ഒരു ചെറിയൊരു ഊഞ്ഞാൽ. പിന്നെ അതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ നോക്കുമ്പോൾ കാണാം
നമുക്ക് ഈ ലേക്ക് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ. ലേക്ക് നമുക്ക് നടന്നിട്ട് അതികൂടെ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വീണു പോകും. അതന്നെ, അവിടെ നടക്കാനുള്ള ചെറിയ എന്തൊക്കെ അടിയിൽ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു രാവിലെ തന്നെ എണീച്ച് ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ടെന്റിൽ നിന്നൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോയിട്ട് ആ വെള്ളത്തിന് അവിടെ കെടുക്കുന്ന നിലത്ത് പത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അത് മണ്ണാവുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ വീഡിയോ കാണിക്കാൻ വിചാരിച്ചു, കാല് വെച്ചതും അത് ഇതിന്റെ അടിയിൽ എന്താ മറ്റേ എന്തോ ഷീറ്റാണ്, വെള്ളത്തിന്റെ അടിയിൽ എന്തോ ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അപ്പൊ വെള്ളം താന്നു പോകാതിരിക്കാൻ അടിയിൽ അത് സ്റ്റാർട്ടിങ്ങിൽ മാത്രം എന്തോ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതില് പോയി കാല് വെച്ച് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പോയി ഇവിടുത്തെ മോണും ഞാൻ എല്ലാം കൂടെ അവിടെ ഉള്ളവരൊക്കെ ചിരിക്കും. എന്നിട്ട് ആരോ വന്ന് പിടിച്ചെണിപ്പിച്ച് അപ്പത്തിന് ഞാൻ ഓടിച്ചെന്ന് അപ്പത്തിന്റെ ആള് വെള്ളത്തിൽ ഫുള്ള് കുളിച്ച് തന്നെ തണുപ്പ്, എന്നിട്ട് അത് കൂടെ വെള്ളത്തിൽ വെള്ളം കുളിച്ച് നിക്കണ്. എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്ക് എന്തായാലും ഇതൊന്ന് കടന്നു നോക്കാം അല്ലേ? നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം. അപ്പൊ ഇതാണ് ആ പാത, നടപ്പാത. നല്ല തണുത്ത വെള്ളം ഇപ്പൊ നമുക്ക് ക്രോസ് ചെയ്യാണ്. അടിപൊളിയല്ലേ? കൊള്ളാം. അപ്പോൾ ഇതവിടെ എന്തോ യുഎയുടെ ഒരു കൊടിയുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് കണ്ട് കയറി നോക്കാം, എന്താ സംഭവം നോക്കാം. എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട നല്ല തിരക്കിലാണ്. നല്ല അടിപൊളി ഫോട്ടോഗ്രാഫിക്കുള്ള കുറേ സ്കോപ്പല്ല വണ്ടിയിൽ ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഫോട്ടോസിന് നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ വണ്ടിയിൽ. അങ്ങനെ നമ്മൾ കുറച്ച് സോസേജ് പൊരിച്ചിട്ട് അല്ലേ രാവിലെ പരിപാടിയാണ്. സോസേജ് ഉണ്ട്, പിന്നെ ബ്രെഡ് ഉണ്ട്, പിന്നെ ഇന്നലത്തെ ചിക്കൻ ഉണ്ട്, ബാക്കിയുണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ട്. ബാക്കി ഞങ്ങൾ ഇന്നലെ രാത്രി കോഴിമുട്ട ഉണ്ട്, ബുൾസൈ അടിക്കാം, അതൊക്കെ ഉണ്ട്. എന്റെ കുക്കിംഗ് ആണ്, ഞാനാണ് മെയിൻ ഷെഫ് കൊടുത്തത്. പിന്നെ സോസേജ് പൊരിക്കലാണല്ലോ ഭയങ്കര കുക്കിംഗ്. ഷെഫീക്ക വൻ കുക്കിങ്ങിലാണ്. ഷെഫീക്ക അടുത്തെടുക്കും. അങ്ങനെ നമ്മൾ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാക്കപ്പ് ചെയ്ത് പോവാൻ നിൽക്കുകയാണ്. സാധനമൊക്കെ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ഇപ്പോൾ വണ്ടി കൊണ്ടുവച്ച് ലോഡ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങണം ഇവിടുന്ന്. അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ്, ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അതെ, വേറെ ലെവലാണ് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ യു എയിലുള്ളവരാச்சுം എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ നല്ല ഉറക്കം ബാക്കിയുണ്ട്. അതെ, ഇന്നലത്തെ ഉറക്കമൊക്കെ ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് കോല ഇങ്ങനെ. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ.